പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ വാരഫലം. നാം പുതിയ വർഷത്തെ, പുതിയ മാസത്തെ സ്വാഗതം ചെയ്യുകയാണ്. കൊല്ലവർഷം 1200 ചിങ്ങമാസം 1-ാം തീയതി മലയാളിക്ക് പുത്തൻ വർഷമാകുന്നു. ചിങ്ങമാസം 1-ാം തീയതിയുടെ യഥാർത്ഥ ആരംഭം വെള്ളിയാഴ്ച രാത്രി 7:45 സമയത്താണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് 1200 ചിങ്ങമാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വെള്ളിയാഴ്ച വരെയുള്ള, അതായത് 2024 ഓഗസ്റ്റ് 17-ാം തീയതി മുതൽ ഓഗസ്റ്റ് 23 വെള്ളിയാഴ്ച വരെയുള്ള ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ആദ്യമായി നാം ചർച്ച ചെയ്യുന്നു. മേടം മിഥുനം രാശിക്കാരുടെ ഈ ഒരു വാരം എത്രത്തോളം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന കാര്യം. ആദ്യമായി മേടൻ രാശി. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്രങ്ങളുടെ കൂട്ടമാകുന്നു. ഇവിടെ മേടൻ രാശിക്കാർക്കിന്ന് രാശിയിൽ വിശേഷിച്ച് ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ ചൊവ്വ വ്യാഴം, 5-ാം ഭാവത്തിൽ ബുധൻ ശുക്രൻ രവി മാന്തി, 6-ാം ഭാവത്തിൽ കേതു, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ, 11-ാം ഭാവത്തിൽ ശനി, 12-ാം ഭാവത്തിൽ രാഹു. ഇവിടെ മേടൻ രാശിക്കാർക്ക് പ്രായണ ആദിത്യൻ കഴിഞ്ഞ ഒരു മാസമായി ആദിത്യൻ 4-ാം ഭാവത്തിലായിരുന്നു, കർക്കിടകത്തിലായിരുന്നു. വിസുഖ പീഡിത മാനസസ് ചതുർത്ഥേ, മനസ്സംഘർഷങ്ങളുടെ ഒരു മാസമായിരുന്നു. അതിൽ നിന്നും മാറി സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി വന്നു എന്ന ഏറ്റവും വലിയ ഒരു ശുഭഫലത്തെ മേടൻ രാശിക്കാർക്ക് ഈ ആദിത്യൻ്റെ മാറ്റം പ്രദാനം ചെയ്യുന്നു. മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ആദിത്യന് ഏറ്റവും ബലമുള്ള രാശി മേടൻ രാശിയാണ്. ആദിത്യൻ ഉച്ചസ്ഥനാകുന്നത് മേടൻ രാശിയിലാണ്. അതിനാൽ ഈ 5-ലെ സൂര്യന് വളരെയധികം പ്രത്യേകതകളുണ്ട്. തങ്ങളുടെ ആത്മപ്രഭാവം, പൗരുഷം, വ്യക്തിത്വം ഇത് പ്രകടിപ്പിക്കുവാൻ മേടൻ രാശിക്കാരെ ഈ സൂര്യൻ്റെ 5-ാം ഭാവത്തിലുള്ള സ്ഥിതി സഹായിക്കും. ഇതിൻ്റെ ഗുണങ്ങളും വളരെയധികം സന്താന വിഷയത്തിലേക്ക് മേടൻ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. കാരണം സന്താനഭാവത്തിൽ വളരെ ശക്തമായി ശുക്രനുണ്ട്. 5-ൽ ശുക്രൻ നിൽക്കുമ്പോൾ സുപുത്രേബി കിം യസ്യ ശുക്രോന്ന പുത്രേ, 5-ൽ ശുക്രൻ നിന്നില്ലെങ്കിൽ നല്ല മക്കളെ കൊണ്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. അത്ര ശക്തമാണ്. അവിടെ ബുധനും വളരെ ശക്തമായി ആ ഭാവത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ 5-ലെ സൂര്യൻ സന്താന വിഷയത്തിലേക്ക് പാപഗ്രഹമാകയാൽ ദോഷകാരകനാണ് എന്ന് പറയും. പക്ഷേ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ബലം ആ ഭാവത്തിന് വളരെയധികം ഭാവപുഷ്ടിയെ ഉണ്ടാക്കുന്നു. അതിനാൽ സന്താന വിഷയങ്ങൾ നല്ലതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം 4-ാം ഇടം, ഭൂമി, വീട്, ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കേണ്ടുന്ന ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ 9-ാം ഭാവത്തിൽ അതിശക്തമായി നിൽക്കുന്നു എന്നൊരു വലിയ പ്രത്യേകതയുണ്ട്. സൗഭാഗ്യാത്മജ മിത്രബന്ധു ധനഭാഗ്, സൗഭാഗ്യങ്ങൾ, സന്താന ശ്രേയസ്, മിത്രങ്ങൾ, നല്ല സുഹൃത്തുക്കൾ, നല്ല ബന്ധുക്കൾ, നല്ല ധനം, ഇതൊക്കെ പ്രദാനം ചെയ്യുന്നു. അതിനാൽ പ്രായണ ചിങ്ങൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. കർമാധിപനായ ഗ്രഹം ശനി 11-ാം ഭാവത്തിൽ വളരെ ബലവാനായി നിൽക്കുന്നുണ്ട്. നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് ചീത്ത ഫലങ്ങൾ വാങ്ങരുത്. കാരണം കർമാധിപനായ ഗ്രഹം ബാധാസ്ഥാനത്ത് നിൽക്കുന്നു. കർമാധിപൻ അവൻ തന്നെ, ബാധാധിപനെങ്കിലോ സൽക്കർമ്മം അത് ചെയ്തിട്ട് ദുഷ്കർമ്മം ഫലമായി വരുമെന്നാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യുക നല്ല ഉദ്ദേശത്തോടുകൂടി, അതിൻ്റെ ഫലം വിപരീതമായി വരിക എന്ന ഒരു ദോഷം മേടൻ രാശിക്കാർക്കുണ്ട് കർമ്മമേഖലയിൽ. പിന്നെ 2-ാം ഭാവത്തിൽ ലഗ്നാധിപനായ ചൊവ്വ 2-ാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴത്തോടുകൂടി. അത് നല്ലൊരു രാജയോഗമാണ്. കേന്ദ്ര ത്രികോണാധിപന്മാരുടെ രാജയോഗമാണ്. അതിനാൽ മേടൻ രാശിക്കാർ പ്രായണ ഈ വാരം വളരെ സേഫാണെന്ന് ഞാൻ പറയും. അവിടെ മേടൻ രാശിക്കാർക്ക് പ്രായണ കാൽമുട്ടുകൾക്ക് ബലക്കുറവ് ഉണ്ടാകുന്ന രാശിയാണ്, വെള്ളത്തിൽ വീഴ്ചയുള്ള രാശിയാണ്. അതിനാൽ ശാരീരികമായി പാദങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷസ്പർശങ്ങൾ, വെള്ളത്തിൽ തെന്നി വീഴുന്നതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മേടൻ രാശിക്കാർക്ക് ഈ വാരം നല്ല ദിനങ്ങൾ 17-ാം തീയതി ശനിയാഴ്ച ആണ് ചിങ്ങരവി സംക്രമം നടക്കുന്നത്. കാലത്ത് പൂരാടം നക്ഷത്രമാകുന്നു. 11:50 വരെ പൂരാടം നക്ഷത്രം തീരെ ശുഭമല്ല. അതിനാൽ സ്വതവേ ഈ 12 രാശിക്കാർക്കും എല്ലാ സദുദ്യമങ്ങൾക്കും ശനിയാഴ്ച 12:30 മുതൽ 2:30 വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. ഞായറാഴ്ച കാലത്ത് 7:20 മുതൽ 10:10 വരെയുള്ള സമയം, അതേ രീതിയിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 2:30 വരെയുള്ള സമയമൊക്കെ എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ്. കൂടുതൽ നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾ സമയം അറിയണമെങ്കിൽ നിങ്ങളുടെ നാളെ എന്ന ഡോക്ടർ മാരാർജിയുടെ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾ കാണുക. ഓരോ ദിവസത്തെയും ശുഭാശുഭ ഫലങ്ങൾ സൂക്ഷ്മമായി വ്യക്തമായി ഗണിച്ച് പ്രേക്ഷകർക്ക് ഞാൻ സമ്മാനിക്കുന്നുണ്ട്.
നിങ്ങളത് കാണുക. ഇവിടെ മേടൻ രാശിക്കാർക്ക് പ്രത്യേകിച്ച് ദേവതാവിഷയങ്ങളിലുള്ള പരിഹാരങ്ങളും പ്രാർത്ഥനകളും നല്ലത് നവഗ്രഹങ്ങളിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആയില്യപൂജ ചെയ്യുന്നതാണ്. സ്കിൻ പ്രോബ്ലം, ത്വഗ് രോഗവുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഗരുഡൻ കാവ് പോലുള്ള സങ്കേതങ്ങളിൽ നെയ്യ് സേവിച്ച് ജപിക്കാവുന്നതാണ്. അടുത്തതായി ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന ഇടവൻ രാശിക്കാർക്ക് പ്രായണ ഈ വാരം അനുകൂലമായ വാരം തന്നെയാണ്. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ ചൊവ്വയും വ്യാഴവും, 4-ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, രവി, മാന്തി, 5-ാം ഭാവത്തിൽ കേതു, അഷ്ടമത്തിൽ ചന്ദ്രൻ, 10-ാം ഭാവത്തിൽ ശനി, 11-ൽ രാഹു, ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. പ്രായണ മേടൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിലുള്ള ചൊവ്വയും വ്യാഴവും പ്രായണ യോഗകർത്താവായി സ്ഥിതി ചെയ്യുന്നത്. അതൊരു വിപരീത രാജയോഗവും കൂടെയാണ്. കാരണം ചൊവ്വ ഇവിടെ 12-ാം ഭാവാധിപനാണ്, വൈകല്യവാനാണ്. ആ ചൊവ്വ ഏറ്റവും ദുർബലമായ അഷ്ടമാധിപനായ വ്യാഴത്തോടുകൂടി നിൽക്കുമ്പോൾ അതൊരു വിപരീത രാജയോഗമാണ്. അതിന് പുറമെ ചൊവ്വയും വ്യാഴവും തമ്മിലുള്ള യോഗവും ജാതകത്തിൽ വളരെയധികം ശുഭകരമാണ്, അധ്യക്ഷ യോഗമാണ്. അതിനാൽ പ്രായണ ഈ വാരം തൻ്റെ പേഴ്സണലായ വളർച്ചയ്ക്കൊന്നും വലിയ ബുദ്ധിമുട്ടുകൾ ഇടവൻ രാശിക്കാർക്കില്ല. രാശ്യധിപനായ ശുക്രൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു, അത് ദിഗ്ബലവാനാണ്. ആ ശുക്രൻ സൂര്യനും ബുധനോടും കൂടി ഒന്നിച്ചുള്ള യോഗം വളരെ നല്ലതാണ്. നല്ല സൗഹൃദങ്ങൾ, നല്ല സുഹൃത്തുക്കൾ, ഗേൾ ഫ്രണ്ട്സ് വരിക, കർമ്മമേഖലയിൽ ചില പുത്തൻ ഉണർവുകൾ വരിക, കർമാധിപയായിട്ട് സ്ത്രീകൾ മേലുദ്യോഗസ്ഥയായി വരിക, അവരുടെ പ്രീതി പിടിച്ച് സമ്പാദിക്കുക, ഇതിനൊക്കെ ഇടവൻ രാശിക്കാർക്ക് ഈ വാരം വളരെ അനുകൂലമാണ്. അഷ്ടമത്തിലെ ചന്ദ്രൻ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചെസ്റ്റ് കഞ്ചക്ഷൻ വരിക, ശാരീരികമായി നെഞ്ച് സംബന്ധിച്ച ശാരീരിക ബുദ്ധിമുട്ടുകൾ കഫത്തിലൂടെ ഉണ്ടാവുക, പനി വരിക, ഇത് ശ്രദ്ധിക്കണം. 8-ൽ ചന്ദ്രൻ വന്നാൽ തൻ്റെ വീട് മെഡിക്കൽ ഷാപ്പ് ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഭാവിദ്യതേ ഭൈഷ്യജിതസ്യ ഗേയേ പജൽ കർഹിത് ക്വാധമുദ്ഗോതകാനി മഹാവ്യാധയോ വീതയോ വാരിഭൂതാഹ. ജലത്തിലൂടെ വരുന്ന രോഗങ്ങൾ ശ്രദ്ധിക്കണം, മഞ്ഞപ്പിത്തം ശ്രദ്ധിക്കണം. അതേ രീതിയിൽ വൈറൽ ഫീവേഴ്സൊക്കെ വളരെ ശ്രദ്ധിക്കുക. കാലാവസ്ഥ വളരെ മോശമാണ്. അതിനാൽ ആരോഗ്യ വിഷയം വളരെയധികം ജാഗ്രത പാലിക്കണം. സഹോദരങ്ങൾക്കും ബുദ്ധിമുട്ടിൻ്റെ സമയമാണ്, മാതാവിനും. കർമ്മ വിഷയത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും ഈ വാരമില്ല. 11-ലെ രാഹു അന്യമതസ്ഥരായ സുഹൃത്തുക്കളിലൂടെ നല്ല സൗഭാഗ്യങ്ങൾ വരാൻ പ്രാപ്തി പ്രകടിപ്പിക്കുന്ന വാരവും കൂടെയാണ്. അമ്മയുടെ ആരോഗ്യം കുറച്ച് ശ്രദ്ധിക്കേണ്ട വാരമാണ് ഈ ഒരു വാരം, അത് പ്രത്യേകിച്ച് അടിവരയിട്ട് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ശത്രുദോഷം വളരെയധികം ഈ വാരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം. 4-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. തുരിയെ ദിനേശാദി ശോഭാധികാര ജനസമ്പ്രജൻ വിഗ്രഹം ബന്ധുദോപി. തന്നോട് ബന്ധുക്കളും ജനങ്ങളും കലഹിക്കും. തൻ്റെ ആ ഉയർച്ച കാരണം അവർക്ക് അസൂയ ഉളവാക്കപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക, തൻ്റെ ആ പൗരുഷം പ്രകടിപ്പിക്കുക. പക്ഷേ അത് പബ്ലിക്കായി മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രീതിയിൽ പ്രകടിപ്പിക്കുമ്പോൾ മറ്റൊരുവരുടെ ജലസ്, അസൂയ തൻ്റെ മേൽ പതിയുന്ന വാരമാണ്. ശാരീരികമായി ഉദരരോഗത്തെ ശ്രദ്ധിക്കുക. ചെവി സംബന്ധമായ ബുദ്ധിമുട്ടുകളും വരുന്ന വാരമാണ്. ആരോഗ്യ വിഷയത്തെ ജാഗ്രത പാലിക്കുക. രോഗശാന്തിക്കായി നന്നായി ദുർഗാക്ഷേത്രത്തിൽ വിളക്കുമാല പായസം വഴിപാടായി സമർപ്പിക്കുക. ശത്രുദോഷ പരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ മുട്ടറക്കൽ ചെയ്യുക നാളികേരം കൊണ്ട്. അത് നല്ല ഒരു പരിഹാരമാകുന്നു. ശുഭദിനങ്ങളൊക്കെ തന്നെ ഡോക്ടർ മാരാർജി സവിസ്തരം നിങ്ങളുടെ നാളെയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്, നിങ്ങളത് കാണുക. അടുത്തതായി മിഥുനം രാശി. മകരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര കൂട്ടമാകുന്നു മിഥുനൻ രാശി. ഇത് മിഥുനൻ രാശിക്കാർക്ക് പ്രായണ 3-ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, രവി, മാന്തി, 4-ാം ഭാവത്തിൽ കേതു, 7-ാം ഭാവത്തിൽ ചന്ദ്രൻ, 9-ാം ഭാവത്തിൽ ശനി, 10-ാം ഭാവത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ ചൊവ്വ, വ്യാഴം. പ്രായണ മിഥുനൻ രാശിക്കാർക്ക് ഈ ഒരു വാരം തൻ്റെ ഒരു പേഴ്സണലായ പ്രോസ്പിരിറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാരമാകുന്നു. കാരണം ലഗ്നാധിപനായ ബുധൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. പ്രബലഹ എന്നാണ് 3-ൽ നിൽക്കുന്ന ബുധന് ഫലം പറഞ്ഞിരിക്കുന്നത്. വണിക്മിത്രത പണ്ഡികൃത് വൃത്തിശീലോ വശിത്വം ധിയ ദുർവശാനാമുപൈതി. തനിക്ക് ദുർവശന്മാരെ പോലും പുറംതിരിഞ്ഞ് നിൽക്കുന്നവരെ പോലും തൻ്റെ നയചാതുര്യത്തിലൂടെ സമീപിച്ച് വശത്താക്കാൻ കഴിയുന്നു. ചില വ്യാപാരി ബന്ധങ്ങൾ നന്നായിട്ടുണ്ടാകുന്നു. ഭോഗസുഖത്തെ അനുഭവിക്കും. തനിക്ക് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗമുണ്ടാകും. സഹോദരങ്ങൾ
ഒരു വള്ളിയായി താനാകുന്ന വൃക്ഷത്തെ ചുറ്റിയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ സഹോദര ഗുണം കൂടുതലുണ്ടാകുന്നു. ഈ വാരം 7-ൽ ചന്ദ്രനുണ്ട്. യേശു തീവ്രമതോ മതേ, തീവ്രമായ മതം കാമം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതിനാൽ ഭാര്യാസുഖം നന്നായി ലഭിക്കുന്നു. ഇവിടെ കഴിഞ്ഞ വാരമൊക്കെ ഭാര്യയെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ദുർബലമായി 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനെ വീണ്ടും ദുർബലപ്പെടുത്തുന്നു ആ ചൊവ്വയുടെ യോഗം. പക്ഷേ ഈ ഒരു വാരം ഭാര്യയെ സന്ദർശിക്കേണ്ട യോഗമുണ്ടാകുന്നു. ഭാര്യയുമായി ഒരു ആത്മബന്ധം, മാനസികമായ ശാരീരികമായ സുഖം, സ്വസ്ഥത ദാമ്പത്യത്തിലൂടെ ലഭിക്കുന്നു എന്നൊരു നല്ല ഗുണമുണ്ട്. വ്യാഴാഴ്ച വിഷു ക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യുന്നത് വളരെ ഗുണമാകുന്നു. 9-ാം ഭാവത്തിൽ ശനിയും വളരെയധികം പൈതൃകമായ സമാധാനങ്ങളും സ്വസ്ഥതകളും ലഭിക്കുന്നു. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള ഒരു ഭാഗ്യത്തെ ഈ ഒരു വാരം നന്നായി പ്രദാനം ചെയ്യുന്നതാണ്. ഭാര്യയോട് താല്പര്യക്കുറവ് വരാതെ നോക്കുക. കാരണം 3-ലെ ശുക്രൻ അങ്ങനെ ഒരു പൊസിഷനുണ്ട്. സഹോദര ഗുണം പ്രായേണ ഈ വാരം ഉണ്ടാകുന്ന സമയമാണ്. കാരണം ഇവിടെ സഹോദരപതിയായ ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നു എന്ന ഒരു ഗുണമുണ്ട്. നിങ്ങൾക്ക് അനുകൂലമായ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഡോക്ടർ മാരാർജി നിങ്ങളുടെ നാളെയിൽ സൂചിപ്പിക്കുന്നുണ്ട്. നിത്യവും നിങ്ങളിത് കാണുക. മേൽ സൂചിപ്പിച്ച ശത്രുദോഷ പരിഹാരം കർമ്മമേഖലയിൽ വരുന്നതിനാൽ സുദർശന പുഷ്പാഞ്ജലിയും വഴിപാടായി സമർപ്പിക്കുക. എല്ലാ പ്രിയപ്പെട്ട മേടം, ഇടവം, മിഥുനൻ രാശി പ്രേക്ഷകർക്കും ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.